അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എളാമ ഇത്താത്താക്ക് വിളിക്കുകയാണ്. ഹലോ താത്ത, പിന്നെ ഷാമിൽ എത്തിക്കണിട്ടാ. പിന്നെ റസിയാനാണ് പെണ്ണ് കാണാൻ വന്നാലോ? വന്നാൽ പിന്നെ അതാണ് കഴിഞ്ഞില്ലേ. അല്ല, ഓൻ എന്തെങ്കിലും പറഞ്ഞ മുടക്ക്. എന്ത് പറയാനാ? ഇവിടെ ഓൻ്റെ ബാപ്പാൻ്റെ കാര്യമൊക്കെ ഒന്ന് ഓൻ ആലോചിച്ചാൽ നല്ലതാണ്. അത് എനിക്കിപ്പോൾ കഴിയുമോ എല്ലാം കൂടി നോക്കിയെടുത്താനൊക്കെ? ഒരാൾ എനിക്കില്ലാഞ്ഞാൽ പറ്റൂലല്ലോ. അതും നമ്മൾ പരിചയമുള്ള ആരെങ്കിലും ആണെങ്കിലല്ലേ ഏറ്റവും നല്ലത്. ഈ പെരീത്തെ പണിയും കുട്ടികളൊക്കലും ഓൻ്റെ ബാപ്പാനെ നോക്കും. ഓൻ്റെ ബാപ്പന്നല്ലേ. ഓനക്ക് ബാപ്പാനോട് സ്നേഹമില്ലേ വേണ്ട. ഇത്രയും ഓനെ പോറ്റി വളർത്തി ഉണ്ടാക്കി ഗൾഫൊക്കെ പറഞ്ഞേച്ച ബാപ്പന്നല്ലേ. അപ്പോൾ കുറച്ചൊരു നന്ദി വേണ്ടേ? എന്നാൽ ഈ സമയം അതെ, പെങ്ങൾ കുഞ്ഞോളോട് മക്കൾ പറയുകയാണ്, മാമന് കൊണ്ടുവന്ന് മിഠായി ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ മാ. പൊന്നാര മക്കളെ, തരും. അത് എളാമാൻ്റെ കസ്റ്റഡിയിലാണൊക്കെ. എളാമാൻ്റെ കുടുംബങ്ങൾക്കും എളാമാൻ്റെ ആൾക്കാർക്കും കൊടുക്കാൻ വേണ്ടി അതൊക്കെ മാറ്റി വെച്ചിക്കണ്. പെട്ടെന്ന് ഷാമിൽ അത് അങ്ങോട്ട് വന്നു. എന്താ മുത്തുവോ, എന്താ പൂവേ, എന്താ അവർ മിഠായി കിട്ടിയില്ലേ എല്ലാവർക്കും? കുഞ്ഞോനെ, ഈ ഒന്ന് പറഞ്ഞാളാ ഓലോട് കുറച്ച് മിഠായി കൊടുക്കാൻ. പഠിച്ചോനെ, വല്ലാത്തൊരു സംഭവമായി പോയി. നേരെ അതാ അവൻ എളാമാൻ്റെ അടുത്തേക്ക്. എളാമ, ഷാമിൽ മോനെ, എന്താ എൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടിയത്? എളാമ, കുറച്ച് ഒരുപാട് സ്വീറ്റ് ഐറ്റംസുകളുണ്ട്. അതിൽ മറ്റേ ചോക്ലേറ്റും ഉണ്ട്, ബോണ്ടി ചോക്ലേറ്റ് ഉണ്ട്, അതുപോലെ പശുമുട്ടായി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ രണ്ടാമത്തെ പെട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. അതിങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ കെട്ടിക്കുട്ടി വെക്കണമെന്ന് നല്ലതല്ല. ഞാൻ കുട്ടികൾക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾ ഓപ്പൺ ചെയ്ത് കണ്ട് ഒന്ന് എടുത്തു കൊടുത്താളേ. പൊന്നാര ഷാമിലേ, ഇവിടെ ഇനി പല പരിപാടി വരാനുള്ളതാണ്. ഒന്നായിട്ട് ഇപ്പോൾ അതുകൊണ്ട് കെട്ടി ഇപ്പം എന്നെ കാണാൻ വെച്ചിട്ട് എത്രങ്ങാനും വരും ആൾക്കാർ. ഓൽക്കൊക്കെ ഒന്നോ രണ്ടോ കൊടുക്കണ്ടേ? ഇത് ഇവിടെ കുട്ടികൾക്കാണെന്ന് എൻ്റെ പെങ്ങന്മാർക്ക് 4-5 ഇജോ ഞാനോ വെച്ചിട്ട്. ഈ കുട്ടികളൊക്കെ കൂടി ഒരു പാക്കറ്റ് മുട്ടായി ഓൽക്ക് തയ്യോ എനിക്കറിയില്ല. അത് സാരമില്ലാമ്മ, ഞാൻ കൊടുത്തോണ്ടിച്ച് പോയി ഒന്ന് ഉറങ്ങിക്കോ. ഇജൊന്ന് റെസ്റ്റ് എടുക്ക്, നാളെ നമുക്കൊരു വഴിക്ക് പോകാനുള്ളതാണ്. എളാമയുടെ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷാമിലിനെ പിന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? മക്കളുടെ എളാമാൻ്റെ നിന്ന് കിട്ടുന്നൊന്നുമില്ല. ഇനി പുറത്ത് പോയിന്ന് വാങ്ങിക്കൊടുത്താലോ? പെട്ടെന്നാണ് അവനത് ഓർത്തത്. മക്കളെ വരി. എല്ലാവരും അവൻ്റെ പിന്നാലെ വന്നു. എന്നാൽ അതാ എളാമ സുലൈക്ക അത് നോക്കുന്നുണ്ടായിരുന്നു. എവിടുക്കപ്പോൾ ഓൻ്റെ റൂമൊക്കെ പടഞ്ഞ് ഓൻ്റെ ബാഗിൽ എന്തേ ഉണ്ടാകുന്നാവും. അത് തട്ടിപ്പറിച്ചെടുക്കാൻ പോവുകയായിക്കാരം. ഷാമിലേ, എളാമ ഉറക്കെ വിളിച്ചു. എന്തെളാമ? ഇവിടെ വന്നാ മോനെ. പിന്നെ ഞമ്മക്ക് ഒന്ന് പീടിയിൽ പോയി വരുമോ? ആയിക്കോട്ടെ എളാമ. എന്താ വേണ്ടിയത്? കുറച്ച് സാധനം വാങ്ങണ്ടീനേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് കുറച്ച് സാധനം ഇവിടെ കുറവുണ്ട്, ഒന്ന് വാങ്ങാൻ, കുറച്ചും കൂടി ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടേ. എളാമ, ഞാൻ ഇപ്പോൾ വരാം. ഇജ്ജ് കൊണ്ട് പോന്നാ. അത് ഷാമിലിൻ്റെ പിന്നാലെ റൂമിലേക്ക് വന്ന മക്കള്, അത് അവർ ദയനീയമായ ഒരു കാഴ്ച ആയിരുന്നു അത്. അവർ പ്രതീക്ഷയുടെ മാമൻ്റെ പിന്നാലെ പോയതാണ്. എന്നാൽ കുഞ്ഞോളുടെ ഹസ്ബൻഡ് പാവാണ്. അയാൾ ഇവിടെ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുന്ന ആളാണ്. പക്ഷേ അഭിമാനം പണയം വെച്ചിട്ട് എവിടേക്കും പോകുന്നത് മൂപ്പർക്ക് ഇഷ്ടമല്ല. എന്നാൽ ആ നിമിഷം തന്നെ അതാ കുഞ്ഞോളെ ഫോണിലേക്ക് ഹസ്ബൻഡ് വിളിക്കുന്നു. ഹലോ കുഞ്ഞോളെ. ഇക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല ഞോളെ, എന്തെങ്കിലും പോരണൊന്നുമില്ല, അവിടെ കൂടുകയാണോ? ഇങ്ങോട്ട് വന്നാ മക്കളെയും കൂട്ടി. ഇക്ക, അത് പെട്ടിയൊന്നും പൊളിച്ചിട്ടില്ല. അത് എൻ്റെ പൊന്നാര കുഞ്ഞോളെ, ഈ അതിനിങ്ങനെ കാത്തിക്കാണോ? എന്താടി അതൊക്കെ? നമ്മൾ അഭിമാനം പണയം വെച്ച് അവിടെ പോയി നിൽക്കരുതല്ലോ. നീ അങ്ങനെ ചെയ്യുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എൻ്റെ മക്കളെ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഇഷ്ടമല്ല. എന്ത് ഇക്കാക്ക നിങ്ങൾ പറയുന്നത്? അത് വന്നത് എൻ്റെ ആങ്ങളല്ലേ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്നാലും ഇപ്പോൾ എളാമൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് വേഗം പോരിൻ്റെ മക്കൾ വരി. എന്നാൽ ഈ സമയം അതാ റൂമിലേക്ക് എന്തോ എടുക്കുവാൻ പോയ അവനെ തിരിച്ച് വിളിച്ച് എളാമ, ഞാൻ അപ്പം വരാം. അല്ലടാ, വേഗം പോ, കുറച്ചും കൂടി ചിക്കൻ വാങ്ങിക്കൊണ്ടിரு. ആ നിമിഷം തന്നെ അവനെ അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചു. ഓന് എന്തോ റൂമിൽ നിന്ന് എടുത്തെടുക്കാൻ നിൽക്കുക. ആ ബാഗും കൂടി, ഒരു ബാഗ് ഉണ്ടോ എൻ്റെ അടുത്ത്? ആ കട്ടിൻ്റെ ചോട്ടക്ക് വെക്കണ ഞാൻ കണ്ടിരിക്കണം. അതിലാണ് വിലപ്പിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുക. സാധാരണ അങ്ങനത്തെ കടലാസ് പെട്ടിയിലൊക്കെ സാധാരണ എല്ലാവർക്കും ഉള്ളേക്കാരം. പക്ഷേ ഓരോരുത്തൊരു ബാഗ് ഉണ്ടാവും. ആ ബാഗിൻ്റെ ഉള്ളിൽ ഒരു പെട്ടി, ഒരു ബാഗും ഉണ്ട്. ആ പെട്ടിൻ്റെയും ബാഗിൻ്റെ ഉള്ളിലേക്കാരം നല്ല നല്ല വിലപിടിപ്പുള്ള അത്തറും കാര്യങ്ങളും നല്ല
നല്ല മുന്തിയ സാധനങ്ങൾ അതിലേ ഓല് വെക്കുള്ളൂ. എനിക്ക് നന്നായിട്ടറിയാം. ആഹാ, അതാണ് അതിങ്ങോട്ട് ഒത്തു കൊടുന്നേക്കണം. എളാമ പെട്ടെന്ന് തന്നെ അതാ ഷാമിലിൻ്റെ റൂമിലേക്ക് വന്ന് ആ പെട്ടി അതാ കട്ടിൻ്റെ ചോട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്നു. പെട്ടെന്ന് എളാമ അവൾ തിരിഞ്ഞു നോക്കി. സുലേഖ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിൽ ഷാമിൽ, ഞാൻ ക്യാഷ് എടുക്കാൻ മറന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാഷ് ഇവിടുന്ന് ഇതാക്കും വേണം. അല്ലളാമ്മ നിങ്ങൾ എന്താ ചെയ്യണേ? ഞാനേ ആ പെട്ടിയും ബാക്കൊന്നാണ് മാറ്റി വെക്കണം. ഇവിടെ അങ്ങനെ ഇട്ടാലേ വിലപ്പിടിപ്പുള്ള പല സാധനങ്ങളും കാണാനില്ലാതാവും. അല്ലളാമ്മ അതിലങ്ങനെ ഒന്നുമില്ല, അതവിടെ നിന്നോട്ടെ. അവിടെ വലിയ 2 പെട്ടി ഉണ്ടല്ലോ, ഇതിവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല, അതന്നെ നമുക്ക് പൊളിക്കാം. ഇത് 2 രേഖകളും കാര്യങ്ങളൊക്കെയാണ്, അത് ഇളമ്മ കൊണ്ടുപോണ്ട. അതെ, ഇവിടെ വെച്ചാലേ വിലപ്പിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടും. എല്ലാവരും വിശ്വസിക്കാൻ പറ്റൂല. എളാമ എനിക്കാ പേടില്ല, അവിടെ നിന്നോട്ടത്. എന്നാൽ എളാമ അപ്പോഴൊന്ന് മാറി നിന്നു. അവൻ പെട്ടെന്ന് തന്നെ അതാ ക്യാഷ് എടുത്തിട്ട് നേരെ ഷോപ്പിലേക്ക് പോയി ചിക്കനും അരിയും സാധനങ്ങളും എല്ലാം വാങ്ങിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ടാണ് അവൻ പോയത്. എന്നാൽ ഈ സമയം എളാമാക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ കുഞ്ഞോളിതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അത് ഷാമിലിൻ്റെ റൂമിലേക്ക് എളാമ കടന്ന് നിൽക്കുകയാണ്. അവിടുന്ന് ആരെന്ത് എടുക്കുകയോ വിചാരിച്ചിട്ട്. കുട്ടികളാണ് കരയുന്നുണ്ട്. ഉമ്മച്ചി ആ പെട്ടിനുള്ളത് മിഠായി എനിക്ക് തരുമോ? ചെറിയ പൊന്നുമോളുടെ ആ ഒരു കരച്ചിൽ. അതെ, കുഞ്ഞുമോനും കരയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് സങ്കടം വന്നു. അതെ, ആങ്ങളെ കൊണ്ടുവന്ന പെട്ടി പോലും ഒന്ന് തുറന്നിട്ട് അതിനുള്ള ഒന്നുമല്ല, മക്കളെ വിചാരിച്ചിട്ടോ, എനിക്ക് വേണ്ടിയിട്ടല്ല, മക്കൾക്ക് ഒരുപാട് ആകാംക്ഷ ഉണ്ട് അത് കാണാനൊക്കെ. എന്നാൽ പെട്ടെന്ന് ഉപ്പ വിളിക്കുന്നു, കുഞ്ഞോളെ. ആ എന്തുപ്പ? കുഞ്ഞോളെ ആ കുട്ടികളെ കരയിപ്പിക്കല്ലേടി, അറ്റങ്ങൾക്ക് എന്താ ചെടുത്ത് കൊടുക്ക്. ആ ഓനെ മുട്ടായൊക്കെ കൊടുന്ന് എടുത്തു കൊടുക്ക്. ഉപ്പ അവർക്ക് മുട്ടായി കിട്ടിക്കണ്. കിട്ടിയോ മക്കളെ? പൻ്റെ കുട്ടികൾക്ക് കിട്ടിയോ? ആ ഇതാ. അതെ, 25 പൈസ 50 പൈസ രൂപ വരുന്ന ആ ഒരു നാരങ്ങ മിഠായി ഇവിടെ ഉണ്ടായിരുന്ന പഴയത്, അതാണ് കൊടുത്തിട്ടുള്ളത്. ഉപ്പ മിഠായിയൊക്കെ കിട്ടിക്കണ്. ഉപ്പയെ വേദനിപ്പിച്ചില്ല കുഞ്ഞോള്. പക്ഷെ മക്കള്. എന്നാൽ അരിയും സാധനങ്ങളും എല്ലാം പിന്നെ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാ അവൻ വാങ്ങി വരുന്നു. കുഞ്ഞോളെ ഇത്താത്ത ഇതാ കുട്ടിക്ക് കൊടുത്താണേ. അല്ല ഷാമിലേ, എന്താ എൻ്റെ കഥ? ഉള്ള പൈസ കഴിക്കണ്ട, എനിക്ക് മഹർ വാങ്ങാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുമോ? മഹർ വാങ്ങണം, പുതിയണ്ണിനുള്ള ഡ്രസ്സ് എടുക്കണം, കല്യാണ ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അതിന് നിന്നാലെങ്ങനെ? വല്ലാത്തൊരു പുതുമന്നെയാണല്ലോ ഇപ്പം ഇത് ഇങ്ങനെ ആയാൽ. അതെല്ലാം കേട്ട് കുഞ്ഞോൾ ഒന്ന് വിതുമ്പിപ്പോയി. റബ്ബേ, എൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ സാറില്ല. മക്കളെ നമുക്ക് പോവാട്ടോ. മാമന് വന്നിട്ട് മിഠായി ഒന്നും കിട്ടിയില്ലല്ലോ, പെട്ടിയൊന്നും പൊളിച്ചില്ലല്ലോ. അതെ, 2ാമത്തെ മോളുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും സാരല്ല, നമുക്ക് പിന്നെ വരാട്ടോ, നമുക്ക് പോവുക. പെട്ടെന്ന് അവൻ അങ്ങോട്ട് കടന്നു വന്നു. ഷാമില്, ഇത്താത്ത എന്താ മാറ്റ്? അല്ല അതെന്താ ഇപ്പം തന്നെ പോകുന്നത്? ഒന്നുമില്ലടാ, ഞങ്ങൾ പോട്ടെ. എന്താ ഇത്താത്ത, എന്തേ സംഭവിച്ചോ? എളാമ എന്തേലും പറഞ്ഞോ? ഇല്ലടാ, അത് പിന്നെ നിൻ്റെ അളിയൻ വിളിക്കണുണ്ട്, ഞങ്ങൾ പോട്ടെ. അല്ല, നിങ്ങൾ ഇപ്പം തന്നെ എടുക്ക പോകണത്? അതൊക്കെ പെട്ടിക്ക് പൊളിച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, അതൊക്കെ എടുത്തിട്ട് പോകാം. അവിടെ നിൽക്കി. പെട്ടെന്ന് അവൻ അതാ ആ ബാഗ് തുറന്നു. അതിൽ നിന്ന് ബോണ്ടിയുടെ ഒരു പാക്കറ്റും ഫറാറയുടെ ഒരു പെട്ടിയും എടുത്തു. ഇത് താത്ത, ഇത് കുട്ടികൾക്ക് വേഗം കൊടുത്താണ് നിങ്ങൾ. വിലപിടിപ്പുള്ള ആ മിഠായി കണ്ടപ്പോൾ മക്കൾക്കും സന്തോഷമായി. അവർ അത് പൊളിച്ചു തിന്നുന്നത് സുലൈഖ കണ്ടുകൊണ്ട് വന്നു. ഞാൻ എന്നോട് എൻ്റെ പൊന്നാരച്ചക്ക പറഞ്ഞിട്ടില്ല, ഒന്നാരും എടുത്ത് കൊടുക്കല്ലേ എന്നുള്ളത്. ഞാൻ കൊടുക്കൂല, ഓൽക്കൊക്കെ എൻ്റെ കയ്യിലാണ് തന്നാൽ പോരെ. എളാമ ആ ഒരു ബോണ്ടിൻ്റെ പാക്കറ്റിൽ ആകെ 5-8 എണ്ണം, പിന്നെ ആ ഫെറോറോ ചോക്ലേറ്റ് അതിലും 1-2 എടുക്കാനേ ഉള്ളൂ, അത് കൂടുതലായിട്ടൊന്നുമില്ല. അത്രയും വിലപിടിപ്പുള്ള മിഠായിക്ക് എന്തിനാ കൊടുക്കാൻ നിൽക്കുന്നത്? എനിക്ക് സാധാ പാക്കറ്റ് മിഠായി വാങ്ങിക്കൂടെ? എളാമ പെട്ടിയിലുണ്ടല്ലോ, ഞാൻ എത്ര വരെ നിങ്ങളോട് പറയണത്, സാധാ ചോക്ലേറ്റ് അതിലുണ്ട്. അതെ, വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ എന്ന് കരുതിയിട്ട്. ഇനി അതവിടെ നിൽക്കട്ടെ, ഇനിയിപ്പോൾ അമ്മക്ക് നോക്കണ്ട. ഏതായാലും സത്യം പറഞ്ഞ എളാമാക്ക് നല്ല ദേഷ്യം വന്നു. അല്ലുട്ടിയാൾ നിങ്ങൾക്ക് കിട്ടിയ മുട്ടായി? സ്വന്തം മക്കളോട് അത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയല്ലോ, ഇതാ ഫറാറോയും ബോണ്ടിയും കിട്ടി, ഞങ്ങൾക്ക് ഒരെണ്ണം വീതം കിട്ടി.
ഏതായാലും ഓലെന്നെ ഉണ്ടല്ലോ 5-6 ആൾക്കാർ. പിന്നെ ഇപ്പോൾ എവിടെ നമുക്കൊക്കെ ഉണ്ടാകുക? ഒന്ന് ടേസ്റ്റ് നോക്കാൻ വരെ എനിക്ക് തന്നില്ല. എൻ്റെ പൊന്നാര ഷാമിലേ, ഇജ്ജ് വല്ലാത്തൊരു കാട്ടലാ കാട്ടിയിട്ടാ. എന്തിളാമ്മ, എന്നാൽ എനിക്ക് ഇച്ചൊരു മുട്ടായിരുന്നില്ലേ? എൻ്റെ പൊന്നാരളാമ്മ, ആ പെട്ടി നിങ്ങളെന്നല്ലാണ്ട് വലിച്ചു കൊണ്ടുവച്ചത്. അതൊന്ന് തുറന്നതിൻ്റെ മേലത്തിൽ തന്നെ ഉണ്ടല്ലോ സാധനങ്ങളൊക്കെ, മിഠായിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മക്കൾക്ക് പിന്നെ കരയുമ്പോൾ കൊടുക്കണ്ടേ? ഇത് ഞാൻ അത്യാവശ്യം കുറച്ചങ്ങനെ ഉള്ളിൽ ബാഗിൽ വെച്ചതായിരുന്നു. അതിലും ഉണ്ട് സാധനം ഇഷ്ടം പോലെ. എന്നാൽ എളാമ്മ ശരിക്കും ദേഷ്യത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എല്ലാവർക്കും കൂടി വെച്ചുണ്ടാക്കാനും വിളമ്പാനും നിന്നെ കൊണ്ടാവൂല. എല്ലാവരും കൂടി ഇങ്ങോട്ട് കയറി വന്നിട്ട് അതെ, കുഞ്ഞോളുടെ മുഖത്ത് വല്ലാത്ത സങ്കടമായിപ്പോയി. ഞാനും എൻ്റെ 5 മക്കളും വരുന്നത് ഇഷ്ടമില്ല. മക്കൾ പഠിച്ചോന്ന് തരുന്നതല്ലേ. പക്ഷേ അവനക്കാണെങ്കിൽ വല്ലാത്ത ജീവനായിരുന്നു. ഇത്താത്ത പ്ലീസ് ഇന്ന് പോണ്ട മോനെ, ഞാൻ പോട്ടടാ, അളിയൻ വിളിക്കുന്നുണ്ട്. അളിയന് ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ബുദ്ധിമുട്ടാണ്. അല്ല ഇത്താത്ത, ഞാൻ ഇപ്പോൾ പോകണില്ലേ, നിങ്ങൾ സാധനങ്ങളൊക്കെ പൊളിച്ച് എടുത്തിട്ട് പോയിക്കോളി. അത് എളാമ ഇങ്ങനെ ആയി നിന്നിട്ട്, അല്ലെങ്കിൽ ഞാനെപ്പോഴും അത് ഓപ്പൺ ചെയ്തിരുന്നു. ഇതിപ്പോൾ അവരെങ്ങനെ ഇങ്ങനെ ഇതായി പിടിച്ച് നിന്നിട്ട് നമുക്കൊരു സുഖമില്ല. എല്ലാ സാധനങ്ങളും മക്കൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അതിലുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് പാൽപ്പൊടി ഉണ്ട്, ടാങ്ക് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, അളിയന് വേണ്ടി ഡ്രസ്സുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ അവിടുത്തെ ഉമ്മാക്കും ഉപ്പാക്കുള്ള ഡ്രസ്സുകളുണ്ട്. അതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടേക്ക് നല്ല രീതിയിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏകദേശം പകുതിയോളം നിനക്ക് കൊണ്ടുപോകാൻ തന്നെയാണ്. പിന്നെ എളാമാന് വീട്ടിൽ കൊടുക്കാനും നമ്മളെ ഇവിടെ കഴിയാനും ഒക്കെ ഉണ്ട്. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എന്നാൽ എളാമയുടെ അടുത്തേക്ക് വീണ്ടും എളാമ ആ പെട്ടി ഇങ്ങോട്ട് വെച്ചാൽ മക്കൾക്കൊന്ന് പൊളിച്ച് കാട്ടി കൊടുക്കായിരുന്നു. ഷാമിലെ, ധൃതി വേണ്ട, 2 ദിവസം കഴിഞ്ഞോട്ടെ. എന്നാൽ അത് കുഞ്ഞോളെ കുട്ടികൾക്ക് മദ്രസൊക്കെ ഉള്ളതല്ലേ, അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂലല്ലോ, അവർക്ക് പെട്ടെന്ന് പോകേണ്ടി വരില്ലേ? ഓല് പോയിക്കോട്ടെ. അതിനിപ്പോൾ പെട്ടി പൊളിക്കണമെങ്കിൽ ഓല് വേണമെന്ന് ഒരു നിർബന്ധം ഇവിടെ ഇല്ലല്ലോ. ഓൾക്ക് കൊടുക്കാനുള്ള ഈ കൊടുത്തിയില്ലേ? നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഈ കൊടുത്തിയില്ലേ? അത് മതി. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ പെട്ടി പൊളിക്കലും എന്തൊക്കെ ഉള്ളൂ. അല്ല, അവരങ്ങ് പോയിക്കോട്ടെ എന്നാൽ അതേറ്റ്. അവർക്ക് മദ്രസ സ്കൂളുള്ള മക്കളാണ്. അവരങ്ങനെ വീട്ടിൽ പിടിച്ചിരുത്താൻ പറ്റൂലല്ലോ. മനമില്ല മനസ്സോട് കൂടി അതാ സുലൈഖ പറഞ്ഞു. പെട്ടി പൊളിക്കണേനൊന്നും കുഴപ്പമില്ല, സാധനങ്ങൾ വാരാനൊന്നും പറ്റൂല. കണ്ടുപോയിക്കോട്ടെ ഓല് വേണമെങ്കിൽ. സാധനങ്ങളൊക്കെ ഇവിടേക്ക് ഉള്ളതാണ്. ഇവിടെ ഒരു കല്യാണ പരിപാടി നടക്കാനുള്ളതാണ്, എമ്പാടുണ്ട്. എന്നാൽ റസിയെ കല്യാണം ആലോചിക്കുന്ന കാര്യം കുഞ്ഞോളോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഷാമിലിന് അതെങ്ങനെയെങ്കിലും പറയണമെന്നുണ്ട്. അവർ 2 പേരും അതാ കോലായിലേക്ക് പോയി. ഇത്തത്ത, എന്താ മോനെ? ഇത്തത്ത, അതെ, ഇവരെന്തെൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ നാളെ അങ്ങോട്ട് കൊണ്ടുപോകണല്ലോ പെണ്ണ് കാണാൻ. മോനെ, കുഞ്ഞോനെ, എടാ, അപ്പോൾ ഇത്താത്തയോടൊന്നും പറഞ്ഞില്ലല്ലോ? ഞാൻ ഇത്താത്തയോട് പറഞ്ഞു വിചാരിച്ച് നിൽക്കുകയാണ്. അവരുടെ ഫാമിലിത്തെ ആരൊക്കെ തന്നെ തോന്നുന്നത്. എനിക്ക് സത്യം പറഞ്ഞ താല്പര്യമില്ലത്താ. അത് എന്നെക്കാളും വയസ്സിന് മൂത്താന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നത്. എന്താ ഞാൻ ചെയ്യുക? അവർ പറയണത് ഉപ്പാനെ നോക്കാൻ ഒരാൾ വേണ്ട, ഇത് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് അങ്ങനെ കഴിയുമോ അങ്ങനെയൊക്കെ പറയുന്നത്. എന്താ ഇത്താത്ത ഞാൻ ചെയ്യാം? എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല ഇതിനോട്. പക്ഷെ എന്നെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ പറയണ ഉപ്പാനോട് സ്നേഹമില്ലാത്ത മക്കൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ പറയണത്. എന്താ ഞാൻ ചെയ്യത്താത്ത? ശരിക്കും കുഞ്ഞോൾക്ക് അത് വല്ലാത്തൊരു സങ്കടമായി. അതെ, എൻ്റെ ആങ്ങള, എൻ്റെ ഒരേ ഒരു ആങ്ങള, അതെ, അവൻ്റെ കല്യാണം. പക്ഷേ പെണ്ണ് കാണുന്നതിനെക്കുറിച്ചോ ഒന്നും എന്നോട് പറഞ്ഞില്ല. അവൾ സത്യത്തിൽ വിതുമ്പിപ്പോയി. സാരില്ല, എങ്ങനെ വെച്ച് നടന്നോട്ടെ. എൻ്റെ കുട്ടിക്കും വേണ്ട ഒരാൾ. അല്ലാതെ ഇത്താത്ത, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇതിനോട്. എനിക്ക് എന്താ അറിയില്ല, വല്ലാത്തൊരു മനസ്സൊക്കെ ഒരു വേദന തോന്നുകയാണ്. അറിയില്ല സത്യമായിട്ടും. അവരിങ്ങനെ പറഞ്ഞതനുസരിച്ച് എന്താ ഞാൻ ചെയ്യാം എനിക്കറിയില്ല. കുഞ്ഞോനെ, ഞങ്ങൾ പോവണടാ. എനിക്കിതൊന്നും കണ്ടും കേട്ട് നിൽക്കാനാവുന്നില്ല. അത് എളാമാൻ്റെ ഒരു സംസാരം എൻ്റെ മക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുകയാണ്. ഞാൻ ഇനി വരൂല കേട്ടോ. എൻ്റെ കുട്ടി സുഖമായിട്ട് ഇവിടെ നിന്നോളി കേട്ടോ, ഞാൻ പോട്ടെ. എന്നാൽ ആ സമയത്തും പെട്ടി പൊളിക്കാൻ എളാമ സമ്മതിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് മതി, അവന് ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവൻ മാറി നിൽക്കുകയായിരുന്നു. മക്കളെയും കൂട്ടി അതാ അവൾ ഇറങ്ങുന്നു. 5 മക്കളെയും കൊണ്ട് തൻ്റെ ഇത്താത്ത ഇറങ്ങുന്നത് ഹൃദയം പൊട്ടി അവൻ നോക്കി നിന്നു. അവരുടെ പിന്നാലെ പോയി.
അവൻ ബൈക്കെടുത്തു. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവർ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവർക്ക് അവൻ കൊടുത്ത ആ 2 മിഠായി എന്നല്ലാതെ വേറൊന്നും എളാമ കൊടുക്കാൻ സമ്മതിച്ചില്ല. ഓട്ടോ വന്ന് എല്ലാവരും ഓട്ടോയിൽ കയറി. മോനെ ഞങ്ങൾ പോട്ടെട്ടോ. ആ പോയിട്ട് വരുന്നാൽ ഇൻഷാ അല്ലാ. എന്നാൽ തൊട്ടു പിറകിലായിക്കൊണ്ട് ബൈക്കിൽ അവനും ഇറങ്ങി ആ ഓട്ടോയുടെ മുന്നിലായിട്ട് നിന്നു വലിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലേക്ക് നിർത്തി. എന്നിട്ട് ഓട്ടോക്കാരനോട് അവിടെ നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്ത് കുഞ്ഞോനെ, എന്ത് നിർത്തിയത്, എന്തിനാ ഈ വന്നത് ഇവിടറ്റം? ഇത്തത്ത് വരി, മക്കൾ വരി, മക്കൾക്ക് എന്താ വേണ്ടത് എൻ്റെ കുട്ടികളെടുത്തോളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിഠായി ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും കേക്കാണെങ്കിലും എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എടുത്തോളി. ഇക്കാക്കാൻ്റെ കുട്ടികളെടുത്തോളി. അത് ആ മക്കൾ സന്തോഷത്തോടു കൂടി അങ്ങോട്ട് ഇറങ്ങി. മോനെ കുഞ്ഞോനെ വേണ്ട, എളാൻ പറഞ്ഞാൽ ഒന്നും സമ്മതിക്കൂല. ആ എളാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ പെട്ടി നിറയെ സാധനങ്ങൾ ഡ്രസ്സ് എന്തൊക്കെയുണ്ട് തൊടാൻ സമ്മതിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വരും മക്കളെ. അങ്ങനെ ഏതാ മക്കൾ അവർക്ക് ആവശ്യമുള്ള ഓരോ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കുന്നു. എടുത്തോളി, ഇത്താത്താക്കൊന്നും വേണ്ടേ? പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മുകളിലുണ്ട്. ഡ്രസ്സും കാര്യങ്ങളും ഓർണമെൻറ്റ്സ് ബാഗ് എല്ലാം ഉണ്ട്. ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് കിട്ടൽ കുറച്ച് റിസ്ക് ആയിരിക്കും. ബാഗുണ്ട്, നല്ല അടിപൊളി ബാഗുണ്ട്, നല്ല സൂപ്പർ ഗൾഫത്ത് നല്ല അബായ പർദ്ദകളുണ്ട്. അതുപോലെ എന്തൊക്കെ കുട്ടികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ കളിക്കോപ്പുണ്ട് ഇഷ്ടം പോലെ. നിങ്ങൾ തൽക്കാലം ഗൾഫത്തെ ഷോപ്പ് ഏകദേശം ഇതുപോലൊക്കെ തന്നെ അല്ലേ. ഇവിടുന്ന് എന്താ വെച്ചാൽ നിങ്ങൾ എടുക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തോളി. വേണ്ട മോനെ, മക്കളെ അങ്ങനൊന്നും എടുക്കണ്ട. എന്തെങ്കിലും പൂതിക്കൊന്ന് ചെറിയ 2 കളിക്കോപ്പ് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി കുഞ്ഞോനെ. വേണ്ട താത്ത, നിങ്ങൾ എടുക്കി. അതെ, മക്കൾ ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്കുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നു. എന്നാൽ അവൻ പറഞ്ഞു പേടിക്കണ്ട, എടുത്തോളി. എന്നാൽ അവർ ഓരോ സാധനം എടുത്തു എന്നല്ലാതെ മറ്റൊന്നും ആ മക്കൾ എടുത്തില്ല. മതിയോ? എന്താ ഇത്, ഇത്ര കുറച്ച് മതിയോ? മക്കളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇവിടുന്ന് എടുത്തോളി, ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോളി, ഓർണമെൻറ്റ്സ് എടുത്തോളി, ഷൂ വേണോ, ചെരുപ്പ് ഒക്കെ എടുത്തോളി. അങ്ങനെ ഏതാ മനമില്ലാ മനസ്സോടുകൂടെ അവൾ അതിന് കൂടെ നിന്നു. കുഞ്ഞോള് പറഞ്ഞു കുഞ്ഞോനെ എനിക്കൊരു ഇടങ്ങാറിടാ, ഇതൊക്കെ ഇവിടുന്ന് ഈ വാങ്ങിത്തരാന്നൊക്കെ പറയുമ്പോൾ. അല്ല താത്ത, ഒന്നും വിചാരിക്കണങ്ങൾ വാങ്ങിക്കോളി. ഇത്താത്താക്ക് ഞാൻ നല്ല അടിപൊളി അബായ പർദ്ദകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 3-4 പർദ്ദ ഉണ്ട് അതിൽ. പക്ഷേ അതിനിപ്പോൾ അതിൻ്റെ ഫാമിലിക്കും കാര്യങ്ങൾ കൊടുക്കുമോ എന്തോ അറിയില്ല. നമുക്ക് കിട്ടിയെങ്കിലാവുള്ളൂ. ഇനി ഇൻഷാ അല്ലാ നമുക്ക് വേറെ വഴിയാണ് നോക്കണ്ട കേട്ടോ. ഞാൻ ഇനി മുതൽ ഇൻഷാ അല്ലാ മറ്റ് ചില കാര്യങ്ങളും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് വാങ്ങിക്കൊടുത്തു. അവർ വീട്ടിലേക്ക് പോയി. എന്നാൽ അവരുടെ ഹസ്ബൻഡ് മാമന് വന്നിട്ട് മക്കൾ എന്തൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് റബ്ബേ വന്നിട്ടുള്ളത് അത് അവൾ പറഞ്ഞില്ല. അത് കാരണം പെട്ടി പൊളിച്ചിട്ടില്ല, പുറത്തുനിന്ന് വാങ്ങിത്തന്നാണ് എന്നുള്ളത്. ഒരു പക്ഷേ അങ്ങനെ എങ്ങാനും ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിരാശയായിരിക്കും. എന്തിനാ കുഞ്ഞോളെ ഇതൊക്കെ കൊണ്ടുവന്നത്? ഇത്രയധികം സാധനങ്ങളൊക്കെ അവൻ കൊണ്ടുവന്നിരുന്നോ? എന്തിനാ മക്കളെ അവൻ ഇടങ്ങാറാക്കണത്? ഓൻ അവിടെ കഷ്ടപ്പെട്ട് വരല്ലേ എത്രയായാലും. എനിക്ക് സത്യം പറഞ്ഞാൽ നിന്നെ മക്കളും വിട്ടതേ ഇഷ്ടമല്ല. ഒരാൾ നമ്മൾ ആങ്ങളെ വരുന്നുണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഓടാൻ പാടില്ലല്ലോ. എന്നാൽ പെട്ടെന്ന് അതാ ഉപ്പ അവിടുത്തെ ഉമ്മയോട് പറഞ്ഞു, അല്ല നമ്മളെ കുഞ്ഞോളാങ്ങളെ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്താ കുഞ്ഞിക്കതിയാ ഞമ്മക്ക് കൊണ്ടുപോന്നേ? ഇങ്ങക്കൊന്നും മാണ്ടില്ലേനോ? എനിക്ക് വല്ലതും കിട്ടിയോ? അതുമില്ല. പെട്ടെന്ന് കുഞ്ഞോള് പറഞ്ഞ്, ഉമ്മ അതൊക്കെ മറ്റുള്ളവരുടെ സാധനങ്ങളായിരുന്നു. ഇൻഷാ അല്ലാ കുഞ്ഞോ വരുമായിരിക്കും. എന്തായാലും ഞാൻ വെറുതെ പറഞ്ഞല്ല എൻ്റെ പൊന്നാര മോളെ, നമ്മളെ കുട്ടി അതിന് സമ്മതിക്കോ? അല്ലാ എൻ്റെ കുട്ടികൾ ഇതെന്തൊക്കെയോ മിഠായും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിക്കണ്. പഠിച്ചോനെ, എൻ്റെ കുട്ടികൾ എന്തിനാ കുഞ്ഞോളെ ഇടങ്ങാറാക്കാൻ പോയത്? ഇവിടെ നിന്നാൽ പോരേനോ? ഗൾഫുകാരെ സ്ഥിതി എല്ലാവർക്കും അറിയണമല്ല. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഓല് വരല്ലേ. ഓൽക്ക് അറിയാമല്ലോ എങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ ഇക്കാരെന്ന്. ഉമ്മ കുഞ്ഞോനക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം കുഞ്ഞോനെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല ഒരു അറബിച്ചിൻ്റെ ഒക്കെ ഒരു വീട്ടിലൊക്കെ ആയതുകൊണ്ടേ കുഴപ്പമൊന്നുമില്ല. സാധനമൊക്കെ ഇഷ്ടംപോലെ കൊണ്ടുവന്നേക്കണ്. പിന്നെ ഇവർ സ്കൂളും മദ്രസും വിചാരിച്ച് ഞാൻ പോകുന്നതാണ്. കാരണം അവിടെ നിന്നാൽ തിങ്കളാഴ്ചത്തെ മദ്രസും സ്കൂളൊക്കെ പോകൂലേ, അതാണ് ഞാൻ വന്നത്. എന്നാൽ ഈ സമയം ഷാമിലിനെ ആ ഒരു പെട്ടികൾ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം അറബിയമ്മയുടെ അവിടുന്ന് അവർ കൊടുത്തയച്ച അതുമുണ്ട്, ഇവിടുന്നും ഉണ്ട്. അങ്ങനെ ആ പെട്ടിയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു പോയി.
എൻ്റെ പെങ്ങളും എൻ്റെ കുട്ടികളും ഇല്ലാതെ എന്ത് സന്തോഷം റബ്ബെ എനിക്കുള്ളത്. ശരിയാണ്, ഇവിടുത്തെ അനിയത്തിമാരുണ്ട് ആണ്, എന്നാലും ഇപ്പം ഇതിന് എത്രമാത്രം ആകാംക്ഷയോടെ അവർ വന്നതായിരുന്നു. ആ കുട്ടികൾക്കൊന്നും ഗൾഫത്തെ സാധനം തന്നാൽ അതിൽ ഇവിടുന്ന് എത്ര വാങ്ങിക്കൊടുത്താലും ഗൾഫത്തെ സ്ഥാനത്തിന് പോലെ ആയില്ലല്ലോ റബ്ബേ. എന്നാൽ ആ നിമിഷം തന്നെ അതാ അവൻ്റെ ഫോണിലേക്കൊരു കോള് വരുന്നു. അല്ലാ, ഉമ്മുൽ ഖൈർ. അല്ലാ, എൻ്റെ മേഡം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ, എന്തൊക്കെ? മോനെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഇവിടെ എത്തിയില്ലേ? ഏ, അൽഹംദുലില്ലാ റാഹത്താണ്. അല്ല മോനെ, ആരൊക്കെ വന്നു? പെങ്ങളും കുട്ടികളൊക്കെ എത്തിയോ? പെങ്ങളും കുട്ടികളൊക്കെ എത്തി. അവർ പെട്ടെന്ന് പോയി. ആ, അവർക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാനതിൽ വെച്ചിരുന്നു. പെങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഉള്ളത് കേട്ടോ. അതൊക്കെ എടുത്തവർക്ക് പാകമാണൊക്കെ നോക്കണേ. ഒരു നിമിഷം അവരുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്താ മോനെ, എന്തു പറ്റി? എന്താ പറ്റിയത്? ഒന്നുമില്ല, അതൊന്നും കൊടുത്തിട്ടില്ല. അവർ സ്കൂളുണ്ട് പറഞ്ഞപ്പോൾ വേഗം പോയപ്പോഴേ. അതെന്താ മോനെ പെട്ടെന്ന് എടുക്കാൻ? ടൈമൊന്നും ആവില്ലല്ലോ. ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ഓപ്പൺ ചെയ്യാലോ. എന്ത് പറ്റി? എന്താ അങ്ങനെ? അത് ഒന്നുമില്ല, ഇത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. ഓ, അങ്ങനെയല്ലേ? ആ, ശരി ശരി, മോനെ വിഷമിക്കണ്ട കേട്ടോ. എന്നാൽ അന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ അവിടെ പെട്ടി പൊളിക്കുവാനുണ്ട്. ഷാമിലിനെ വിളിക്കുന്നു. മോനെ ഷാമിലേ, ഏതാണ് പൊളിച്ചൂട്, കുട്ടികൾ തിരക്കുവാണ്. സത്യം പറഞ്ഞാൽ ഓനെ പെട്ടി വിളിക്കാൻ പോകാൻ വല്ലാത്ത സങ്കടമായിട്ടോ. പിന്നെ റസിയാക്കുള്ള കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. അത് റസിയ, അത് ഷാമിലെ പെട്ടി പൊളിച്ചൂട്. കുട്ടികളും അത് കൂടെ കൂടിയിട്ടുണ്ട്. ഷാമിലിൻ്റെ മുഖത്ത് സന്തോഷം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതാ അവർ പെട്ടി പൊളിക്കുന്നു. അല്ലളമ്മ, നിങ്ങൾ പറഞ്ഞില്ലേ 2 ദിവസം കഴിഞ്ഞിട്ട് പൊളിക്കുക ഒരു കൂടെ. അതേ, 4-5 ഓലിപ്പോൾ 6 പേരാണ് ഇവിടെ ഉള്ളത്. ഈ പെട്ടി പൊളിച്ച് ഓരിച്ചാൽ ഓൽക്ക് എന്താ ഉണ്ടാകുക? എനിക്ക് ഞങ്ങളുടെ കുട്ടിയാക്കും അഞ്ചത്തിൻ്റെ കുട്ടിയാക്കും ഏട്ടത്തിൻ്റെ കുട്ടിക്കൊക്കെ വേണം. അതിനൊക്കെ ഇവിടെ കരുതണം. അത് എല്ലാവർക്കും എത്തിക്കഴിയാൻ കഴിയൂല. ഓൽക്ക് തന്നെ 1-2 മക്കളൊക്കെ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ 5 എൻ്റെ പെങ്ങൾക്ക്. എത്ര ചിട്ടത് കൊടുക്കുക? അല്ലെങ്കിൽ ഓൽക്ക് പൈസ അയക്കലോ അതൊക്കെ ഉണ്ടെന്നൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടത്. ഇപ്പം ഇനിയിപ്പോൾ സാധനം കൂടി ഏറ്റിക്കൊടുന്ന ഓൽക്ക് കൊടുത്താലോ? ഒരു നിമിഷം ഷാമിൽ പറഞ്ഞു. ഉമ്മ, അതിൻ്റെ പെങ്ങളല്ലേ? എൻ്റെ പെങ്ങമ്മ തന്നെയാണ് ഇതൊക്കെ. ഓളായിട്ടല്ല, എൻ്റെ വാപ്പാൻ്റെ മക്കൾ തന്നെയാണ് ഇതൊക്കെ. മനമില്ല മനസ്സോടുകൂടി അവൻ ആ പെട്ടി ഓപ്പൺ ചെയ്തു. അവൻക്ക് അതിലത് നോക്കാൻ തന്നെ ശരിക്കും കഴിയുന്നില്ലായിരുന്നു. എന്തൊക്കെയാണ് അവരവിടുന്ന് വെച്ചിട്ടുള്ളതെന്നും അറിയില്ല. എന്നാൽ പെട്ടി തുറന്നപ്പോൾ തന്നെ നല്ല വിലപിടിപ്പുള്ള സ്വീറ്റ് ഐറ്റംസ് ആയിരുന്നു മുകളിലുണ്ടായിരുന്നത്. അതിൻ്റെ താഴെയായിട്ട് പെൺകുട്ടികൾക്കുള്ള ഒരുപാട് നല്ല പവിഴൻ രത്നം പോലത്തെ നല്ല മണിമുത്ത് മാലകളും മനോഹരമായ ക്ലിപ്പുകളും വളകളും എല്ലാം. അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് കളിക്കോപ്പുകളും കാര്യങ്ങളും, മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഓരോ അടിപൊളി ഐറ്റംസ് സാധനങ്ങൾ. സത്യം പറഞ്ഞാൽ അതെല്ലാം കണ്ടപ്പോൾ അവൻക്ക് മനസ്സ് വല്ലാതെ വേദനിച്ചു. റബ്ബേ, എന്താ ഇത്? എന്നാൽ എളാമ തന്നെ അതെല്ലാം ഇതിൻ്റെ അഞ്ചത്തിൻ്റെ കുട്ടിക്ക്, ഇതിൻ്റെ ഏട്ടത്തിൻ്റെ കുട്ടിക്ക്, ഇതിൻ്റെ ആങ്ങളാര കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് അത് ഓരോന്നായിട്ട് അതാ ഓഹരി ഭാഗം വെക്കുന്നു. എന്നാൽ ഒന്നുപോലും അതാ പെങ്ങളെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചില്ല. അതവർക്ക് വല്ലാത്ത സങ്കടം തോന്നി. അത് കുഞ്ഞോളെ കുട്ടികളൊക്കെ പോയില്ലേ? ഇനി പോൽക്കാ. അതെ, പെട്ടിയെല്ലാം പൊളിച്ചു. അവസാനമായി എല്ലാവർക്കും മുസല്ലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് തസ്ബിമാലയും. അതിലൊരു തസ്ബിമാല എടുത്തിരുന്ന ഇത് എൻ്റെ പെങ്ങൾക്ക് കൊടുത്താളാ. പെങ്ങളെ അമ്മായി മറ്റേ ചെല്ലിക്കോളും ആണ് കൊടുത്താളാ. മുസല്ല എല്ലാം ഉണ്ടല്ലോ. മുസല്ല ഉണ്ട്, മുസഫ് ഉണ്ട്, തസ്ബീഹ് മാല ഉണ്ട്, അതൊക്കെയുണ്ട്. അതൊക്കെ എല്ലാവർക്കും കണക്കാക്കി ഞാൻ കൊണ്ടുവന്നിക്കണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ എത്ര ആൾ വരാണ്ട്. ഞാൻ മറ്റേ പൊളിച്ചോ. ഇതാണിപ്പോൾ ഗൾഫുകാരെ പെട്ടിൻ്റെ സ്ഥിതി. എല്ലാവരും വിചാരിച്ചു ഇതിനുള്ളിൽ എന്തോ വലിയ സംഭവമാണെന്നാ. എളാമ്മ, എന്നാലും ഇത്രയധികം സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. ഏതായാലും എളാമയുടെ റൂമിലേക്ക് കുറേശ്ശെ അങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ഫുഡ് ഐറ്റംസും ഡ്രൈ ഫ്രൂട്ട്സും ബദാം, പിസ്ത, ചോക്ലേറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ആ പെട്ടിയിൽ ഡ്രസ്സ് ഐറ്റംസ് ആയിരുന്നു കൂടുതലായിട്ടുള്ളത്. വളരെയധികം മനോഹരമായ പർദ്ദകളും ഷാളുകളും അതുപോലെ തന്നെ മക്കൾക്കുള്ള നല്ല അടിപൊളി ഡ്രസ്സുകൾ, സ്കാർഫുകൾ,
അതുപോലെ ഷൂ, ഷോക്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓ, എന്തോ ഒരു ഭംഗിയിലേ! ഈ പർദ്ദയ്ക്ക് എന്താണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ്. ഉമ്മ 4 പർദ്ദ ഉണ്ടാവും. അത് ഒന്ന് ഇത്താത്താക്ക്, ഒന്ന് ഉമ്മാക്ക്, പിന്നെ ആർക്കച്ച കൊടുക്കുക. ഓളിപ്പോൾ പർദ്ദ ഓൾക്കുണ്ടല്ലോ. പർദ്ദ ഇപ്പോൾ കുറേ ഒന്നും മാണ്ടില്ല, 2 ഓളുണ്ടല്ലോ ഓളടുത്ത്. ഒക്കെ അവിടെ നിൽക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ പെങ്ങൾക്കുള്ള ഓഹരി പോലും അത് എളാമ എടുത്തു വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമമായിപ്പോയി ഷാമിലിനത്. പെങ്ങൾക്കുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെയാണ് അതിലുള്ളത്, പിന്നെ ഓൾക്കുള്ളതും അളിയൻക്കുള്ളതൊക്കെ. അതെ, പെരക്കാർക്കുള്ളതല്ല ആദ്യം കൊണ്ടുവരിക, എന്നിട്ടല്ലേ പുറമക്കാർക്ക്. അത് എൻ്റെ പെങ്ങളല്ലേ. എൻ്റെ പെങ്ങളായാലും ആരായാലും വേണ്ടില്ല, അതൊക്കെ കെട്ടിച്ച് വിട്ടുകൊടുത്ത പോലെ പുതിയാപ്പിളാരാ നോക്കേണ്ടത്, അല്ലാതെ കാലാകാലം ആങ്ങളാരല്ല. കുറേ കൊടുക്കലൊക്കെ ഉണ്ടല്ലോ നമ്മൾ. സത്യം പറഞ്ഞാൽ അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അവൻ പറഞ്ഞിട്ട് പോലും എളാം അതിന് സമ്മതിക്കുന്നില്ല. അതെ, ഒരു കാര്യക്കാരത്തി. പിന്നെ ഞാൻ റസിയാക്കളിൽ കുറച്ചും കൂടി എടുത്ത് വെച്ചിരിക്കണം, സ്പ്രേയും അത്രയൊക്കെ. എല്ലാവർക്കും ഉള്ളുണ്ടുമ്മ, സ്പ്രേയും ഉണ്ട്, അത്ര എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെ കൊടുത്താൽ മതി. ഇതിപ്പം എൻ്റെ കുടുംബത്തിന് തെയ്യോ എനിക്കറിയില്ല. എല്ലാം അവർ അതാ എടുത്തു വെച്ചു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ റൂമൊക്കെ നിറഞ്ഞിരിക്കുന്നു. മക്കൾ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, എന്താ ഉമ്മ ഇത് ഗൾഫോ? ഉമ്മാൻ്റെ റൂം മൊത്തം ഗൾഫാണല്ലോ, ഗൾഫിൻ്റെ നല്ല സ്മെല്ലും ഗൾഫിൻ്റെ സാധനങ്ങളും നിറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. അല്ലുമ്മ, ഉമ്മ എന്താ ഇവിടെ കട തുടങ്ങാൻ നിൽക്കുകയാണല്ലോ. കുറേ സ്പ്രേകളും കുറേ സെൻറ്റുകളും പൗഡറുകളും ക്രീമുകളും ഷാമ്പുകളും എന്തൊക്കെയുണ്ട് ഉമ്മ ഇവിടെ. അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണല്ല, എനിക്ക് മാത്രമുള്ളതല്ല, മനസ്സിലായിക്കോളി. നിങ്ങളെ അമ്മായി മക്കളുണ്ട് വരുമ്പോൾ ഇതിനുള്ളിലേക്ക് വലിച്ചെന്ന് കൊണ്ടുവരണ്ട, അവിടെ ഇവിടെ കളിച്ചോണ്ടി, മനസ്സിലായല്ലോ. ഷാമിലിന് നല്ല സങ്കടം. അതെ, പെങ്ങൾക്കും കുട്ടികൾക്കും ഒന്നും ഉമ്മ കൊടുത്തില്ല, എളാമ ഒക്കെ എടുത്തു വെച്ചു. റബ്ബേ, എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഇഷ്ടം പോലെ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ ഇപ്പോൾ ഇത് നടക്കൂല. എല്ലാവർക്കും കൂടി ഒന്ന് കൊടുന്നാലേ ആകെപ്പാടെ പ്രശ്നമായിരിക്കും. എളാമ സമ്മതിക്കൂല. മോനെ ഷാമിലേ, എന്തേ ഷാമിലേ, നാളെ നമുക്ക് നേരത്തെ പോകണം കേട്ടോ പെണ്ണ് കാണാനേ. പിന്നെ എനിക്കറിയില്ല ഇവിടുത്തെ സ്ഥിതിയും, കാരണം ബാപ്പാൻ്റെ കാര്യം ആലോചിക്കണ്ടേ. ബാപ്പാനോട് സ്നേഹമുള്ള മക്കളാണെങ്കിൽ ബാപ്പാക്ക് ഹെൽപ്പ് ചെയ്യണം. അതെ, ഒരു പെണ്ണുണ്ടായി കഴിഞ്ഞാൽ എല്ലാം ഓളാണ് ചെയ്തോളും, മനസ്സിലായല്ലോ. നമ്മളെ സുഖം മാത്രമല്ല, നമ്മളെ ബാപ്പാരിമാരൊക്കെ സുഖം നമ്മൾ നോക്കണം, എല്ലാവർക്കും കൂടി ഉള്ളതായിട്ടല്ലേ കേട്ടോ. മോനെ നല്ല മനസ്സുകൊണ്ട് ഇജ്ജ് വരണം. പിന്നെ റസിയ, എൻ്റെ ഒരു 1-2 വയസ്സിന് മൂത്തതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല പക്വതയുള്ള പെൺകുട്ടിയാണ്. അതുമല്ല, നല്ലോ നോക്കും, നല്ല പണിയെടുക്കുകയും ചെയ്യും, മനസ്സിലായല്ലോ. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ദയനീയമായി എളാമയുടെ മുഖത്തേക്ക് നോക്കി. എളാമ, അത് നടക്കൂല എളാമ. എന്താ ഷാമിലേ ഈ അങ്ങനെ പറഞ്ഞത്? ആയിക്കോട്ടെ, എൻ്റെ ബാപ്പാനോട് എനിക്ക് സ്നേഹമല്ലേ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് ഖേദിക്കൂടാ, നോക്കിക്കോ. അത് പറഞ്ഞ് എളാമ തിരിച്ചു പോകുമ്പോൾ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം വിതുമ്പിക്കരഞ്ഞു. റബ്ബേ, എന്തിനാ റബ്ബേ ഇതൊക്കെ എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് ചെറിയൊരു പെൺകുട്ടി. അതെ, എൻ്റെ ജീവിതത്തിലേക്ക് 10-23 വയസ്സായ എനിക്ക് ചെറിയൊരു പെണ്ണാണ് എനിക്ക് ആവശ്യം, ഒരു 19-20 വയസ്സുള്ള പെൺകുട്ടി. അല്ലാതെ അതിനേക്കാൾ വലിയ 28 വയസ്സായ പെണ്ണെന്നൊക്കെ വെച്ചാൽ അത് വല്ലാത്തൊരു, പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യുക. എന്നാൽ എളാമ പറഞ്ഞ ആ ഒരു കാര്യം അവൻ്റെ മനസ്സിലേക്ക് തുളച്ചു കയറിക്കൊണ്ടിരുന്നു. അതെ, ബാപ്പാരോട് സ്നേഹം ഇല്ല, എന്തേ പറ്റിക്കഴിഞ്ഞാൽ ഖേദിക്കൂടാ, നോക്കിക്കോ. അതെ, ആ ഒരു ശാപവാക്ക് അവൻ്റെ മനസ്സിൽ വല്ലാതെ വേദന പടർത്തി. ഷാമിൽ എന്തു ചെയ്യും? നമുക്ക് കാത്തിരിക്കാം. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.